തമിഴ്നാട് പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 6 മരണം. വിരുദ്ധനഗറിലെ ബൊമ്മിയാപുരത്താണ് അപകടമുണ്ടായത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. പടക്ക നിർമ്മാണശാല പൂർണ്ണമായും തകർന്നു. മനു അഖിലയുണ്ട് വിശദാംശങ്ങളുമായി. മനു, 6 പേരുടെ ജീവനെടുത്ത വലിയ അപകടമാണ്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? ആതിര, തമിഴ്നാട് വിരുദ്ധനഗറിലെ ബൊമ്മിയാപുരത്തെ അയ്യപ്പ നായ്ക്കൻപെട്ടി എന്ന സ്ഥലത്തെ സായിനാഥ് എന്ന സ്വകാര്യ പടക്ക നിർമ്മാണശാലയിലാണ് ഇന്ന് രാവിലെ സ്ഫോടനമുണ്ടായത്. പടക്ക നിർമ്മാണശാലയിൽ 4 മുറികൾ പൂർണ്ണമായും തകർന്നതായാണ് ലഭിക്കുന്ന വിവരം. കെട്ടിടാവശിഷ്ടങ്ങളിൽ കുടുങ്ങിയ ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും പിന്നീട് മരണം സംഭവിക്കുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണിത്. എന്നാൽ അപകടത്തിനുള്ള കാരണം എന്താണെന്ന് ഇത് നിലവിൽ വ്യക്തമായിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടിലോ വെടിമരുന്ന് നിറയ്ക്കുന്നതിന് ഇടയിലോ സംഭവിച്ച അപകടം ആകാമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. സമീപത്ത് മറ്റ് കെട്ടിടങ്ങളോ വീടുകളോ ഇല്ലാതിരുന്നതിനാൽ അപകടത്തിന്റെ തീവ്രത വളരെ കുറവാണ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഇത്തരത്തിലുണ്ടാകുന്ന അപകടങ്ങൾ തുടർക്കഥയാകുന്നതോടെ പടക്ക ഫാക്ടറിയിൽ നിരന്തരമായി ഉണ്ടാകുന്ന സുരക്ഷാ വീഴ്ചകൾ വീണ്ടും പുറത്തു വരികയാണ്. ഇതിൽ ഫാക്ടറി ഉടമ ഉൾപ്പെടെ 4 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ആതിര, വിരുദ്ധനഗറിലെ ബൊമ്മിയാപുരത്താണ് ഇത്തരത്തിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ അപകടം ഉണ്ടായത്. പടക്കശാലയിൽ സ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു മനു അഖില.